എസ് എഫ് ഐ നേതാവായിരുന്ന ശ്രീ അഭിമന്യുവിൻ്റെ കൊലയാളികളെ സഹായിക്കുന്നത് CPMന്റെ നേതൃത്വം തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടുമായുള്ള അവരുടെ രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അഭിമന്യു കൊലക്കേസ് വിചാരണക്കെടുക്കാനിരിക്കെ എല്ലാ രേഖകളും അപ്രത്യക്ഷമായത്. കേസിന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും സുപ്രധാനമായ തെളിവുകളും പ്രോസിക്യൂഷൻ്റെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായത് യാദൃശ്ചികമല്ല. അഭിമന്യുവിൻ്റെ കൊലപാതകം നടന്ന സന്ദർഭത്തിൽ തന്നെ PFIക്കാരായിട്ടുള്ള പ്രതികളെ രക്ഷിക്കാൻ CPM ശ്രമിച്ചിട്ടുണ്ട്. പ്രധാന പ്രതികളെ കടന്നു കളയാൻ സഹായിച്ചത് അന്നത്തെ പോലീസായിരുന്നു. പ്രോസിക്യൂഷൻ്റെ രേഖകൾ നഷ്ടമായത് കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള കളികൾ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലുള്ള കളികളുമാണ്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും CPMും തമ്മിൽ ശക്തമായിട്ടുള്ള ധാരണയാണുള്ളത്. നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ PFIയെ സഹായിക്കുന്ന നിലപാടാണ്, ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാടാണ് രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയിട്ട്. സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിന് പിന്നിലും ചില പ്രതികൾ ഈ ആളുകളുമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് CPMും SFIയും ആ കേസിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത്. PFIയുടെ രാഷ്ട്രീയ മുഖമായിട്ട് കേരളത്തിൽ CPMും SFIയും DYFIയും മാറുകയാണ്. അഭിമന്യുവിൻ്റെ കൊലക്കേസിലെ സുപ്രധാനമായ വിവരങ്ങൾ എങ്ങനെ നഷ്ടമായി എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. സ്വന്തം പാർട്ടിയിലെ പട്ടികജാതിക്കാരനായ ഒരു യുവ നേതാവിനെ, വിദ്യാർത്ഥി നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ, അതും മതഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസിൽ തെളിവ് രേഖകൾ എങ്ങനെ അപ്രത്യക്ഷമായി? ആരാണ് ആ രേഖകൾ കൊണ്ടുപോയത്? എന്താണ് പോലീസ് ഇതുവരെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് വ്യക്തമായും ജനങ്ങളോട് പറയണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിന് ജനങ്ങളോട് മറുപടി പറയണം. നിസ്സാര സംഭവമല്ല കേരളത്തെ സംബന്ധിച്ച്. മതഭീകരവാദികൾക്ക് കോടതി മുറികളിലും പ്രോസിക്യൂഷൻ്റെ ആഫീസുകളിലും കയറി നിരങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് എങ്ങനെ മാറി എന്നുള്ള കാര്യം CPMും അതിന് മറുപടി പറയണം. ഈ ബാന്ധവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അഭിമന്യു കൊല ചെയ്യപ്പെട്ട നിമിഷം മുതൽ ആരംഭിച്ചതാണ് ഈ രഹസ്യമായിട്ടുള്ള ബാന്ധവം.